ഹായ് ഹലോ നമസ്കാരം. അതിരടി റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് അതിരടി. അതിന് പ്രീമിയർ ഷോ കണ്ടു വന്നിരിക്കുകയാണ് ഫ്രം ദ റൈറ്റർ ഓഫ് മിന്നൽ മുരളി. ഓൾസോ പടയോട്ടം നല്ല പരിപാടി തന്നെയാണ് പിടിച്ചിട്ടുള്ളത് ഇവർ. പിന്നെ നമ്മുടെ പോൾസൺ കൂടി ഇതിൻ്റെ റൈറ്ററാണ്, അത് കാതലിൻ്റെ ഒക്കെ റൈറ്റർ. അത് നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് എ സ്ക്രിപ്റ്റ് ബേസിൽ ഈ പടം ഓക്കെയാണ്. ഒരുപാട് ലോജിക്കൊന്നും ആലോചിക്കേണ്ട, ഒരുപാട് വലിയ കഥ ഉള്ള പടമൊന്നുമല്ല. പ്രൊഡ്യൂസറായിട്ടുള്ളത് ഡോക്ടർ അനന്തുവാണ്. അനന്തു നമ്മുടെ കരിക്ക് വെബ് സീരീസിൻ്റെയൊക്കെ അവരെ വെച്ചുകൊണ്ടൊരു പുതിയ സിനിമ എടുക്കുന്നെന്ന് ഒഫീഷ്യലായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അനന്തു. ഒപ്പം നമ്മുടെ സമീർ താഹിറിന് കൈയടി തിയേറ്ററിൽ പ്രൊഡ്യൂസറിൻ്റെ പേര് കാണിക്കുമ്പോൾ ഭയങ്കര ഓണം. ഞാനും കൈയടിച്ചു. കാരണം ഒന്നാമത് പ്രീമിയർ ഷോ ആണ്, ഭയങ്കര ഹൗസ്ഫുള്ളാണ്, തിക്കും തിരക്കും പിള്ളേരുടെ ഒക്കെ ഭയങ്കര ഒരു ആവേശം മൂടി സിനിമ കാണാൻ, ഭയങ്കര ഫെസ്റ്റിവൽ മൂഡ്. അതിനിടയ്ക്ക് സമീർ താഹിറിൻ്റെ ഒക്കെ പേര് കാണിക്കുമ്പോൾ ഭയങ്കര എനർജി. ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ളത് ചമ്മൻ ചാക്കോ. നോ വേർഡ്സ് മാൻ. ചമ്മൻ ചാക്കോ ഞാനൊന്നും പറയുന്നില്ല. ചമ്മൻ ചാക്കിനെ കുറിച്ച് ഞാനെന്ത് പറയാനാ. മലയാളത്തിന് മുതൽ ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റിൻ്റെ ഒരു എഡിറ്ററായിട്ടുള്ള ആളാണ്. എന്ത് പറയാം, വൂ കെയർ, ഒന്നും പറയുന്നില്ല. വിഷ്ണു വിജയ് സ്കോർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. വിഷ്ണു വിജയ് എന്നൊക്കെ അറിയാമല്ലോ, ഒരു മാക്സിമം ഒരു ഗ്യാരണ്ടി ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ സിനിമകൾക്കൊക്കെ, ഈ ലോജിക്കില്ലാത്ത പടങ്ങൾക്കൊക്കെ സ്കോർ ചെയ്യാനെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയും സിമ്പിളാണ്. കാരണം നമുക്ക് എന്തും അടിച്ച് കയറ്റി വെക്കാം. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ടൊവിയുടെയൊക്കെ സ്കോർ അടിപൊളിയാണ്. ടൊവിയുടെയൊക്കെ ഒരു സീനുണ്ട് ഇൻ്റർവെല്ലിന് മുമ്പായിട്ട്, അതൊക്കെ നൈസായിട്ട് തന്നെ പണി വെച്ചിട്ടുണ്ട് നമ്മുടെ വിഷ്ണു വിജയ്. പിന്നെ ഇതിൽ ബേസിൽ ജോസഫിൻ്റെ ആ മെയിൻ ഒരു ഒരു ക്യാരക്ടർ പുള്ളിക്കാരിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ലോജിക്കും പരിപാടിയൊന്നുമില്ല, കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഇതൊരു ക്യാമ്പസ് കോമഡി ആക്ഷൻ ത്രില്ലർ മൂഡ് പിടിക്കാം. പക്ഷെ ആ മൂഡ് പിടിച്ചാലും ഈ സിനിമ ക്യാമ്പസിലല്ല, നമ്മുടെ പാടവരമ്പത്തിൽ ഫെസ്റ്റിവൽ കുറഞ്ഞു വെച്ചാലും നമ്മുടെ പൂരങ്ങൾക്ക് കുറഞ്ഞു വെച്ചാലും എവിടെ വെച്ചാലും ഈ സ്ക്രിപ്റ്റ് വെച്ച് ഈ പടം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ക്യാമ്പസ് എന്ന് പറയുന്നത് ക്യാമ്പസ് ഇതിൽ കാണിച്ചിട്ടില്ല പറഞ്ഞാൽ ക്യാമ്പസാണ്. ക്യാമ്പസിൻ്റെ പുറത്തെ പരിപാടികൾ കാണിക്കുന്നുണ്ട്, പക്ഷേ വലിയ രീതിയിലൊരു ക്യാമ്പസ് ത്രില്ലർ അങ്ങനത്തെ മൂഡോ അല്ലെങ്കിൽ ഒരു അവിടെയുള്ള പരിപാടിയൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, കുറവാണ്. ക്യാമ്പസ് ഉണ്ടെങ്കിൽ ക്യാമ്പസാണ്, പക്ഷേ ഇവിടെ ഒരുപാട് മുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ 4-5 വർഷമായിട്ട് ആ കോളേജിൽ നടത്താറുള്ള ഒരു ആരോഹ ഫെസ്റ്റോ, ആ പരിപാടി ആരോഹ ഫെസ്റ്റ് അപ്പം മുടങ്ങി കിടക്കുകയാണ്. നടത്താനായിട്ട് നമ്മുടെ ജഗന്നാഥൻ, നമ്മുടെ പ്രിയപ്പെട്ട ബേസിൽ വരികയാണ്. അപ്കമിങ് ഒരു ക്രൗഡ് പുള്ളറാണ് ബേസിൽ എന്ന് പറയുന്നത്. ബേസിൽ ആ പരിപാടി അടിപൊളിയായി പിടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ്, ബേസിലിൻ്റെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ അദ്ദേഹം ലുക്ക് മാത്രമല്ല വർക്കും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാമ്പസ് ഒരു കോളേജ് പൈനാണല്ലോ, അപ്പോൾ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ പിടിച്ചുകൊണ്ടുള്ള കണ്ടൻറ്റൊക്കെ അടിപൊളിയാണ്, കൗണ്ടറുകൾ അടിപൊളിയാണ്. കൈയടി ബേസിലൊക്കെ നല്ല കൈയടിയായിരുന്നു തിയേറ്ററിൽ. ബേസിലെ കാര്യം പറയില്ല, കാരണം എല്ലാവർക്കും അറിയാം. ആസ് എൻ ആക്ടർ ആൾ പൊന്മാനിലടക്കം തെളിയിച്ച് കഴിഞ്ഞതാണ്. ഈ വർഷം തുടരും സിനിമയ്ക്ക് ലാലേട്ടനൊപ്പം മികച്ച നടനുള്ള അവാർഡിന് വേണ്ടിയിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ ഒരുപാട് ആളുകൾ വന്ന് പോയിട്ടുണ്ട്. ടൊവിനോ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ബേസിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ടൊവിനോയ്ക്ക് സീൻസ് വളരെ കുറവാണ്. പക്ഷേ ടൊവിനോ ഉള്ള സീൻസിൽ ടൊവിനോ തൂക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ഇതിൽ ഭയങ്കര രസം. വേറെ ഞാൻ ടൊവിനോയുടെ പടങ്ങൾ 1-2-3 പടങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ടൊവിനോൻ്റെ. ഇതുവരെ ഞാൻ നല്ലത് പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് പടം ഇഷ്ടമായിട്ടില്ല. പള്ളിച്ചട്ടമ്പി ഞാൻ കണ്ടു, എനിക്ക് തീരെ പറ്റിയിട്ടില്ല പടം. നരിവേട്ടൻ ഞാൻ കണ്ടു, എനിക്ക് പടം ഒരു ജസ്റ്റ് വാച്ചബിൾ മൂവി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അതെല്ലാം മാറ്റി ടൊവിനോയുടെ ഫസ്റ്റ് പോസിറ്റീവ് റിവ്യൂ ആണ് പറയുന്നത്. ടൊവി ഇത് ഗംഭീരമായിട്ടുണ്ട്. കാരണം ടൊവിയുടെ പരിപാടി പ്രത്യേകിച്ച് ലാംഗ്വേജ്, സ്ലാങ്, ട്രിവാൻഡ്രം നിയമം, അവിടുത്തെ ആ സ്ലാങ് എല്ലാം പിടിച്ചുകൊണ്ട് അത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ടൊവിനോട് വിട്ടിരിക്കുക, എന്തുകൊണ്ട് ചെയ്യാം. പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരുടെ ബോഡി, ആക്ഷൻ, ആക്ടിങ് എല്ലാം അടിപൊളിയാട്ടോ ഇതിൽ. ടൊവീസ് ബാക്ക്. ഐ തിങ്ക് ടൊവീസ് ബാക്ക് നന്നായി ചെയ്തിട്ടുണ്ട് പരിപാടി. പിന്നെ ഇതിൽ നമ്മുടെ സർവ്വമായത്തിലെ ആക്ട്രസ് ആയിട്ടുള്ള റിയ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. സർവ്വമായത്തിൽ നിന്ന് അങ്ങോട്ട് മുക്തയായിട്ടില്ല എന്ന് തോന്നുന്നു. ബേസിലിൻ്റെ പേരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പേരല്ല, പക്ഷേങ്കിലും ആ ഒരു ട്യൂണിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഓക്കെ, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ബാഡായി പറയാനൊന്നുമില്ല, അടിപൊളിയായിട്ട്. ടോട്ടലി പടം ഭയങ്കര ഓണാണ് പടം, ഭയങ്കര ഫെസ്റ്റിവൽ മൂഡ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന പടത്തിനിടയിലേക്ക് വിനീത് ശ്രീനിവാസും കൂടി വരുമ്പോൾ അത് ഡബിൾ ഓളമായി. വിനീത് ശ്രീനിവാസ് ഇതിൽ വിനീത് ശ്രീനിവാസനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ഷാൻ റഹ്മാനുണ്ട്.
ടോൺ റഹ്മാൻ്റെ എല്ലാ കൗണ്ടറുകൾക്കും ഭയങ്കര കയ്യടി തിയേറ്ററിൽ. ഈസ് എ ഗുഡ് ആക്ടർ, നല്ല ആക്ടറാണ്. ഷാൻ റഹ്മാനെ യൂസ് ചെയ്യണം. വേറെ ഇപ്പോൾ 1-2 പടമായിട്ടുള്ളൂ, വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ കുറച്ചുകൂടി സീൻസ് ഉണ്ട്. വിനീത് പോലും സൈഡായി പലപ്പോഴും ഷാൻ്റെ ഈ കൗണ്ടറുകളുടെ മുമ്പിലൊക്കെ. ഷാൻ റഹ്മാനൊക്കെ അടിപൊളിയായിട്ട് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഭയങ്കര ഉള്ള പടമാണ്. പിന്നെ ഇതിൽ നമ്മുടെ ദർശന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പിന്നെ സെറീൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്റ്റോറിനെയൊന്നും പരിപാടി പറയുന്നില്ല, കാരണം ഇത് അങ്ങനെയൊരു പടമാണ്. നമുക്ക് ഭയങ്കര തിയേറ്ററിൽ നിന്ന് ഭയങ്കര അടിച്ചു പൊളിച്ച് കാണേണ്ട പടമാണ്. ഭയങ്കര ഫെസ്റ്റിവൽ മൂഡ്, ഒരു ആവേശം മൂടെന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ട്രൈ. താങ്ക് യു.